ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ബീഫ് കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ബീഫ് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. 2 സവാളയും കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ച് 6-7 വിസിൽ വരുത്തുക. ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട്. ആവി വന്ന് വിസിലൊക്കെ പോയി തുറന്ന് നോക്കാം. വേവൊക്കെ പാകമായി ബീഫ്. ഇനി അത് താളിക്കാം. നല്ല ടേസ്റ്റ് നെയ്ച്ചോറിൻ്റെയും പൊറാട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും. ചട്ടി അടുപ്പിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആർക്കെയ്യാണിത്. ഇനി അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. താളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം ഒന്നും ഒഴിക്കണ്ട, വെള്ളമായി തന്നെ ഉണ്ടാവും. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.